കുഞ്ഞുണ്ണി ടാറ്റ ടാറ്റ ബൈ ബൈ. നാളെ കാണാം. നാളല്ലേ ക്ലാസ്സില്ലേ? എടുക്കാൻ വേണ്ടിട്ടാ നാളെ തരടി. നാളെ മീറ്റിംഗ് ഇല്ലേ? പാടി നമുക്ക് പോവാടി. മീറ്റിങ്ങിന് പോവാ. കുഞ്ഞുണ്ണി പോയിട്ട് കരഞ്ഞോ? നീ നാളെ മുതൽ കരയണ്ട കേട്ടോ. കുട്ടി നല്ല കുട്ടിയാണ്. കുട്ടി നല്ല മിടുക്കനാണ് അല്ലേ കുഞ്ഞാ? എന്നാലും ഏട്ടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ചകണ സ്വഭാവം കാട്ടണം. കൂടിത്തരാം. ചായ വെച്ച് വെച്ചിട്ടുണ്ട്. ചായക്ക് എന്താന്ന് ഇപ്പൊ കടി ഉണ്ടാക്കാനൊന്നുമില്ല. പാലോ ചായക്ക് കടി ഉണ്ടാക്കാനില്ലേ? ഇതാ ഈ 2 പഴയുള്ളൂ കേട്ടാ. ഈ രണ്ട് നേന്ത്രപ്പഴം ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കുക? എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാല്ലേ. ചെറുപഴം ഉണ്ട് ഇവിടെ. എന്താ അപ്പോ എന്താ കുഞ്ഞുണ്ണി അത് കഴിച്ചാ? എന്നിട്ട് ആദ്യം പഴം എടുത്തോ. ഷൂ ഉള്ളിലിട്ടിട്ടില്ലെങ്കിൽ എന്താണെന്നറിയാം, നായ കൊണ്ടുപോകുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഭൂകമ്പായിരിക്കും. ഇന്ന് കുഞ്ഞുണ്ണി ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് ടീച്ചർ എന്താ പഠിപ്പിച്ചെന്ന്? പറന്നോ? ഇവിടെ വെച്ചാൽ മതി. പയ്യന് കൊടുക്കുക. പയ്യൻ്റെ വെള്ളത്തിലിടാൻ പുറത്തേക്കുണ്ട്. ഇവിടെ അതും ഇവിടെ വെച്ചോ. പണിക്ക് പോണവരില്ലേ, പോയിട്ട് പണിയെടുക്കാൻ തുടങ്ങണ വരെ മഴ തന്നെയാവും. പണിയെടുക്കൽ നിർത്തി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയായിരിക്കും കേട്ടോ. അതിനുണ്ടോ പഴം? നമ്മുടെ പ്ലാവത്തെ ചക്ക മൊത്തം നമ്മൾ ഇട്ടു കേട്ടോ. എന്തോ എല്ലാ ചക്കയും ഇട്ടു. പുളിച്ചക്കണേ നല്ല ചക്ക കേട്ടോ അത്. ഇത് വെട്ടി വെച്ചാൽ കുട്ടികൾക്ക് ഉണ്ടാക്കണ്ടായിരുന്നില്ല അല്ലേ? നെയ്യെന്താ വരാത്ത? നെയ്യ് വെച്ച് കൊടുത്തു. ഉണ്ടോ? നമ്മൾ ഇതിക്കില്ലേ, നമ്മൾ പഴം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കേ മക്കൾക്ക് നല്ല വിശപ്പായിട്ടുണ്ടാവും കേട്ടോ. കിച്ചും കുഞ്ഞനും ട്യൂഷൻ പോകുന്നുണ്ട്. അമ്മോനിപ്പോൾ 4:45 വരെ ക്ലാസ്സല്ലേ. ഇതാ ഇതിലെന്താണെന്നറിയോ, ഇപ്പം നെയ്യും കൂടി ഇതിക്ക് ഇറക്കട്ടെ വിചാരിച്ചിട്ട്. എന്താ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അതാ നമ്മുടെ പഴത്തിൻ്റെയൊക്കെ കളർ മാറി വരുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ പേരിനേ ഉള്ളൂ കേട്ടോ. മണം നല്ല വരുന്നുണ്ടോ? നെയ്യിൽ പഴം വാട്ടുമ്പോൾ നല്ലൊരു മണമല്ലേ. ഇതും കൊണ്ട് കുട്ടികൾക്ക് ആവിയിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതാട്ടോ. കണ്ടോ എത്ര മതി കണ്ടോ? ഇങ്ങനെ നല്ലൊരു കളറൊക്കെ മാറിയത് എത്ര മതി കേട്ടോ. അതല്ലേ നല്ല മണമുണ്ട് കേട്ടോ. ഉപ്പിട്ട് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയിൽ ഉപ്പിട്ട് കൊടുക്കണ്ടേ. അതേപോലെ നമ്മുടെ ശർക്കരപ്പാനി ഇല്ലേ, ബെല്ലം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കേട്ടോ വേണ്ടമ്മാ. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ ഇത് കഴിക്കണ്ടേ? അത് എടുത്തു കഴിഞ്ഞാൽ അത് മാത്രമാവും. നാളെ അത് എടുക്കുക.
അമ്മ പായസം വെക്കില്ല അമ്മ പച്ചരി ഇട്ടിട്ട് ഒരു സാധനം പായസം വെക്കണം കേട്ടമ്മ. ഇത് മതിയാവുമല്ലോ. നാളെ സ്കൂളില്ലേ? നാളെ ഉണ്ട്. നാളെ PTA മീറ്റിംഗ് ആണ് കേട്ടോ. എൻ്റെ കിച്ചുവിൻ്റെ മീറ്റിങ്ങിന് പോണതാ. ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം മതി ഉണ്ടല്ലേ. നമ്മൾ പഴവും തേങ്ങയും പാടെ ഇതിക്കിട്ട് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്കും കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. കുട്ടികൾക്കല്ലേ, ഇരിക്കട്ടെ. അമ്മൂട്ടിക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല മൊരിച്ചു കൊടുക്കണം. മൊരിക്കണം എന്ന് മാത്രം ദോശ. ചക്ക പഴുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ചക്ക പിന്നെ ഇല്ലേ അല്ല എന്നാൽ പിന്നെ ഇത് ഉണ്ടാക്കിയതില്ല അറിയാം. അപ്പം അതിൽ കുറച്ച് എണ്ണ വെച്ച് ഗ്യാസിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തീ പിടിപ്പിക്കണമെങ്കിൽ കട്ടിലും നമ്മളിതില്ലേ അടുപ്പത്ത് വെച്ച് കൊടുക്കണ്ടേ. അത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇടാം കേട്ടോ. പിന്നെ അതൊരു ഹെൽത്തിയാണ് കേട്ടോ. കാരണം കഴിക്കാൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നീ ഇത് നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ നമ്മുടെ ചെറുപഴമില്ലേ, ചെറുപഴം കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അവിടെ തീ പിടിപ്പിക്കുമ്പോൾ കുറച്ച് സമയമാവില്ലേന്ന് വിചാരിച്ചു. ചോറ് വെക്കണമ്മ? ചോറ് വെക്കണ്ടേ? ഞങ്ങൾ കല്ലടിക്കുടുണ്ട്. ഈ വരണ്ട. നീ യൂണിഫോം നിന്റെ മേത്തത്തെ വെള്ളം ഈ ആദ്യം പോയി യൂണിഫോം മാറ്റിയിട്ട് വാ. മാറ്റ്. വയറോ? കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിക്കും. സ്കൂളിലേക്ക് ആകെ ഒരു കുപ്പി വെള്ളം കൊണ്ട് 1/2 ലിറ്ററിൻ്റെ ഇതെത്ര പോകുന്നൊരു കുപ്പി വെള്ളം കൊണ്ടാണ് കേട്ടോ പോവുക. കേട്ടാ കണ്ടോ? ആ വെള്ളം നോക്കിയൊക്കെ തിരിച്ചിങ്ങോട്ട് കൂടെ നിൽക്കണത് കണ്ടോ? ഇന്നലെ കോയിന്നില്ലേ, അതുകൊണ്ടായിരിക്കും. ആരെ മൈലേജ് ഇങ്ങനെ ഇട്ടെന്ന് നോക്കട്ടെ. ഉണ്ടോ നോക്കട്ടെ. ഏയ് നന്നായിട്ടുണ്ടല്ലോ അച്ചു. അച്ഛമ്മ ചക്കച്ചോള പറിച്ചു വെച്ചിട്ടുണ്ട്. എന്നാച്ചു കണ്ടോ? സ്കൂളിൽ നിന്ന് കിട്ടണ മുട്ടേന് അവൾക്ക് വേണ്ട പറഞ്ഞ പിന്നെ എന്തായിരുന്നു? ഞാൻ അടുത്തേക്കാം. കഴിച്ചോളിയൊന്നും മഞ്ഞ വേണ്ടേ? വീഡിയോ എടുക്കുന്ന ആൾക്ക് നിന്റെ കെട്ടിയനുണ്ട്. എന്താ ആയിട്ടാവും കണ്ടില്ലേ? ഒന്നായി. ഇനി 2 എടുത്തുണ്ടാക്കണല്ലോ കേട്ടോ. അടുത്തത് ഇത് വയ്ക്കട്ടെ. അമ്മ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത് എടുത്തേട്ടാ. ഉഴുന്നിട്ടിട്ടുണ്ട്. വീഡിയോയിൽ സൗണ്ട് വെക്കുള്ളൂ പറഞ്ഞിട്ട് നോക്കിയതാണ്. കണ്ടില്ലേ? പിന്നെ ചൂടാറിക്കഴിഞ്ഞാൽ അങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ നേരെ വിട്ട് വരും. കണ്ടമ്മ നെയ്യിൻ്റെയൊക്കെ നല്ല മണം അല്ലേ? ഇപ്പോൾ ബാക്കിയാവട്ടെ. ചൂടാറാണ്ട് മുറിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വരും. ഇതെന്തായാലും ചൂടാറിയിട്ട് വരട്ടെ. ചോറ് വയ്ക്കണ്ട. പാത്രങ്ങളുണ്ട് കഴുകാനിരിക്കണു. വിറ്റടിക്കണം. നമ്മുടെ ഇവിടുത്തെ ചക്ക ഇട്ടിട്ടേ അതുകൊണ്ട് അവിടെ മൊത്തം വൃത്തിയോടായിട്ട് കിടക്കുന്നത്. എന്താ ചൂ ഇത് കഴിക്കാൻ വേണ്ടേ? ചായ
നമ്മൾ കൊറോണ സമയത്ത് ഇങ്ങനത്തെ ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ടമ്മ? ഇടയ്ക്കിടയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ. പൊടിയും ഗോതമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. പൊട്ടിപ്പൊടിച്ചില്ല, വേണ്ട പൊട്ടി വന്നു കണ്ടില്ലേ? എന്താ ചക്കയും കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അത് കിട്ടിയിട്ടില്ല. പൊട്ടി ചക്ക, പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ അതും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ വേറൊരു സംഭവമായിട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട്? ഞങ്ങളിത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കണ്ടോ? ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ. നെയ്യിൻ്റെയും രുചി ഇങ്ങനെ മുമ്പിൽ നിൽക്കും. പിന്നെന്താണെന്നറിയോ? ശർക്കരപ്പാനിയാണ്. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ശർക്കര ചെയ്യുമ്പോൾ ഒന്നും കൂടി എന്തല്ലേ, പിന്നെ ആവിയിൽ വെച്ച് ഉണ്ടാക്കും കൊണ്ട് കുട്ടികൾക്കൊന്നും കൂടി ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കും. നമ്മുടെ ചെറുപഴം വെച്ചിട്ടും ഉണ്ടാക്കുക. ചക്ക അല്ലേ, പഴുത്ത ചക്ക, അതും ഇതേപോലെ അരിഞ്ഞിട്ട് നമ്മൾ നെയ്യിലൊന്ന് വഴറ്റിയിട്ട്, പക്ഷേ വരട്ടാൻ പാടില്ല. ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. വെറുതെ കഴിക്കാൻ ഈ കുട്ടികൾ വരുമ്പോഴേക്കും അതും കൂടി ആകുമ്പോൾ ശരിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.